ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്ന് ഏട്ടൻ്റെ ഹൗസ് വാമിംഗ് ആണ്. ഇവിടെ കണ്ണൂർ ജില്ലയിലെ വീട്ടുകുടിയൽ അല്ലെങ്കിൽ വീട്ടുകൂടൽ അങ്ങനെയൊക്കെ പറയും. എല്ലായിടത്തും എങ്ങനെയാണ് പറയാമെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. ഒരുങ്ങിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണിക്കാം. കാനു നല്ല ഉറക്കമാണ്. ആൾ ഇത്രയും നേരം അലമ്പാക്കിയത് കൊണ്ട് നമുക്ക് വേഗം പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളവിടെ എത്തുമ്പോഴേക്കും ഏകദേശം ഒരു 10:30 ആയിരുന്നു. അപ്പോഴേക്കും പാല് കാച്ചലൊക്കെ കഴിഞ്ഞു. ഏകദേശം എല്ലാ റിലേറ്റീവ്സും എത്തി. നമ്മൾ മാത്രമാണ് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നത്. കാന ജനിച്ചിട്ട് നമ്മളെ വീട്ടിലുണ്ടാകുന്ന ആദ്യത്തെ ഫംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെ ആൾ കരഞ്ഞലമ്പാക്കുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ടായിരുന്നു. നമ്മൾ തലേന്നൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അമ്മയും അച്ഛനും മാത്രമാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആളെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഫുഡൊക്കെ നമ്മൾ പെട്ടെന്ന് അയച്ചായിരുന്നു, മുത്തപ്പനൊക്കെ ഉള്ളതുകൊണ്ട്. കാനൂന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. എല്ലാവരുടെടുത്തും പോകുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സമയം ഞാൻ പാട്ടൊക്കെ പാടി ആളെ ഉറക്കി. കാനു ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറേ സമയം റൂമിൽ തന്നെ ഇരിക്കുമായിരുന്നു. അല്ലാണ്ടാണെങ്കിൽ നമ്മൾ അവിടെ അടുത്തുള്ള കുളത്തിലൊക്കെ പോകും. അവിടെ ഭയങ്കര നല്ല അറ്റ്മോസ്ഫിയറാണ്, അമ്പലവും കുളമൊക്കെ ആയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ദൈവമാണ് മുത്തപ്പൻ. പണ്ട് ചെറുതിൽ ഞാനില്ലേ ഈ സത്യം ഇടുമ്പോൾ നമ്മൾ ചില സമയം നമ്മൾ കള്ളസത്യം ഇടുമല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് പേടിയാണ് അമ്മേനെയാണെങ്കിലും മറ്റ് ദൈവത്തിനെയാണെങ്കിലും ഒക്കെ സത്യം ഇടാൻ വേണ്ടിയിട്ട്. പക്ഷെ മുത്തപ്പനെ ഞാൻ പണ്ട് ചെറുതിലാണ് കേട്ടോ, ചെറുതിൽ ഞാൻ കള്ളസത്യം ഇടും. അപ്പം ഞാനിങ്ങനെയാണ് വിചാരിക്കുക, ബാക്കിയുള്ള ദൈവമൊക്കെ എന്തോ ഒരു ശിക്ഷിക്കുന്ന പോലെ എനിക്കൊരു പേടിയാണ്. പക്ഷെ മുത്തപ്പൻ അങ്ങനെയല്ല, മുത്തപ്പൻ നമ്മളെ ചങ്കല്ലേ, മുത്തപ്പൻ അത് ക്ഷമിച്ചോളും എന്നുള്ള ഒരു മൈൻഡാണ് എനിക്ക്. പക്ഷെ പണ്ടേ മുത്തപ്പനോട് കുറി വാങ്ങാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. മുത്തപ്പനോട് എന്നല്ല, നമ്മൾ കണ്ണൂർ ജില്ലയിൽ തെയ്യങ്ങളുടെ നാടാണല്ലോ. അപ്പോൾ തെയ്യങ്ങളോടാണെങ്കിലും, കാരണം എന്താ വെച്ചാൽ ഞാൻ ചെറുതിലേ ഭയങ്കര കുരുത്തക്കേടായിരുന്നു. അപ്പോൾ മുത്തപ്പനെടുക്കുന്നതൊക്കെ കുറി വാങ്ങുമ്പോൾ മുത്തപ്പൻ ഇങ്ങനെ അത് പറയും, അമ്മയോട് അനുസരിക്കാറില്ല അല്ലേ, ഇങ്ങനെ കുരുത്തക്കേട് കാണിക്കും. അപ്പോൾ എല്ലാവരും ഞാൻ കുറി വാങ്ങുന്നതും അത് കേട്ട് ചിരിക്കാനുമാണ് കാത്തുക്കാറ്. വലുതായപ്പോൾ പിന്നെ ആ പേടിയൊക്കെ മാറി. ഒരു ദിവസം ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിലിങ്ങനെ മുത്തപ്പൻ ഉണ്ടായിട്ട് പോയപ്പോൾ അവിടുന്ന് എല്ലാവരോടും എല്ലാ പിള്ളേരോടും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മുത്തപ്പൻ പറഞ്ഞു. എന്നോട് മാത്രം കൃഷ്ണനെക്കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് മഹാഭാരതം, കുരുക്ഷേത്ര യുദ്ധം അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു അർജുനൻ എന്തുകൊണ്ടാണ് അതായത് യുദ്ധത്തിൽ ജയിക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൃഷ്ണനുള്ളതുകൊണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇത് കലിയുഗമാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് ശത്രുക്കളുണ്ടാകും. അപ്പോൾ കൃഷ്ണൻ അർജുനൻ്റെ കൂടെ നിന്ന പോലെ കൃഷ്ണനായിട്ട് മുത്തപ്പൻ കൂടി ഉണ്ടാവും എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും സങ്കടമായിരുന്നു. കാരണം ഒന്നാമത്തെ കാര്യം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് കൃഷ്ണൻ. അപ്പോൾ മുത്തപ്പന് എന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കായിരുന്നു. പക്ഷേ മുത്തപ്പൻ പറഞ്ഞത് കൃഷ്ണനെക്കുറിച്ച് മാത്രമാണ്. അതുപോലെ തന്നെ കൃഷ്ണനായിട്ട് എൻ്റെ കൂടെ ഉണ്ടാവും എന്നും പറഞ്ഞു. അത് കേട്ടപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. കാരണം ഇതിനപ്പുറം എനിക്ക് മുത്തപ്പൻ്റെ അടുത്ത് കിട്ടാനില്ല എന്നുള്ളൊരു ഫീലായിരുന്നു. പിന്നെ വലുതായപ്പോൾ പിന്നെ ആ ഒരു പേടിയും മാറിയായിരുന്നു. പിന്നെ നമ്മൾ ചെറുത് കളിക്കുന്ന പോലെ അത്രയും കുരുത്തക്കേടൊന്നും കളിക്കില്ലല്ലോ വലുതായപ്പോൾ. ഏകദേശം ഒരു 5:30 ആകുമ്പോൾ തന്നെ മുടിയൊക്കെ എടുത്തായിരുന്നു. പിന്നെ കാനു ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും സമയമൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഒരു പരിപാടി ഉണ്ടായാൽ നമ്മൾ വീട്ടിലെത്താൻ ഏകദേശം ഒരു 12 മണിയൊക്കെ ആവും. അപ്പോൾ ഇന്ന് അത്രയൊക്കെ ഉള്ളൂ. ബായ്.